നമ്മളോടിപ്പോൾ നമ്മളെ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളായിട്ട് അടുത്ത ആരെങ്കിലും അവരെ നെറ്റ് തീർന്നു പോയി. എൻ്റെ നെറ്റ് തീർന്നു പോയടോ, കുറച്ച് നെറ്റ് താ എന്ന് പറയുന്നത് എന്താ ചെയ്യുക? വേഗം ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് അവർക്ക് നെറ്റ് കൊടുക്കും. ഇങ്ങനെ നെറ്റ് കൊടുക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്നതിന് മുമ്പ് ആ ഹോട്ട്സ്പോട്ടിൽ ചില കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട്. എന്തൊക്കെയാ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എങ്ങനെയാണ് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ഷെയർ ചെയ്യുക? നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഹോട്ട്സ്പോട്ടിനെ പറ്റി നോക്കാം. മൊബൈലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്, ഒരു ടൂളാണ് ഹോട്ട്സ്പോട്ട്. നമുക്ക് ഹോട്ട്സ്പോട്ട് എടുക്കാം. ഇവിടെ നമ്മളെ ടൂൾ ബാർ ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഹോട്ട്സ്പോട്ട്. അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിലേക്ക് പോയി ഇവിടെ നമുക്ക് മേലെ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യാം. അതിനുശേഷം സുഹൃത്തിന് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കണം. ആ പാസ്വേഡ് ഇവിടെ ഉണ്ടാവും. സുഹൃത്തിന് നമ്മളെ ഹോട്ട്സ്പോട്ട് എങ്ങനെയാന്ന് കാണേണ്ടത്, നമ്മളെ പേരാണോ കാണിക്കേണ്ടതെന്ന് നമുക്കിവിടെ അതിന്റെ പേരൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ അതിന് കൊടുക്കാം. അതൊക്കെ അടക്കട്ടെ. ഇനി നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ കോൺഫിഗർ എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതിലാണ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മേലെ നമുക്ക് നമ്മളെ പേര് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ സെക്യൂരിറ്റി എഡിറ്റ് ചെയ്യാം. അതിനുശേഷം പാസ്വേഡ്, നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാം. അതൊക്കെ അടന്നോട്ടെ, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അതിന്റെ താഴെ അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ അഡ്വാൻസ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അഡ്വാൻസ്ഡ് ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, സെറ്റ് മൊബൈൽ ഡാറ്റ ലിമിറ്റ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്കിപ്പോൾ 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ നമ്മളെ ഫോണിൽ ഉണ്ടാവും. നമ്മളെ സുഹൃത്തിന് നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നേരം അവർ അൺലിമിറ്റഡ് ആയിട്ട് അതങ്ങ് ഉപയോഗിക്കും. ചിലപ്പം ആ 2 GB 1.5 GB അങ്ങ് തീർന്നു പോകും. നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ നമുക്ക് നെറ്റ് ഉണ്ടാകുകയില്ല. ഇങ്ങനെ അവർ അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ 1.5 GB ഉണ്ടെങ്കിൽ 1 GB നമുക്ക് വേണം, ബാക്കി 1/2 GB അവർ എടുത്തോട്ടെ എന്നാണെങ്കിൽ നമുക്ക് അത്രയും സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ? ഈ സെറ്റ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു 500 MB ഓക്കെ കൊടുക്കുക. ഇങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അവരുപയോഗിച്ച് തുടങ്ങി 500 MB ആകുന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഹോട്ട്സ്പോട്ട് അങ്ങ് ഓഫ് ആയിക്കോളും. പിന്നെ അവർക്ക് എടുക്കാനാകില്ല. അങ്ങനെ അന്നേരം നമ്മളെ മൊബൈൽ ഡാറ്റ നമ്മളെ ആവശ്യത്തിന് നമുക്ക് സേവ് ചെയ്തുകൊണ്ട് ബാക്കി വരും എന്ന് തോന്നുന്ന അത്രയും ഡാറ്റ നമുക്ക് നമ്മളെ സുഹൃത്തിന് അല്ലെങ്കിൽ ആർക്കാണോ വേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ടേൺ ഓഫ് വെൻ നോ ഡിവൈസ് കണക്റ്റഡ് ഫോർ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മളെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് മറ്റു ഡിവൈസിലൊന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര മിനിറ്റിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകണം എന്നുള്ളതാണ്. 5 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നെവർ ടൈം ഔട്ട് എന്നുള്ള ആ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോട്ട്സ്പോട്ട് ഓഫ് ആകുകയില്ല, നമ്മൾ ഓഫ് ആക്കുന്നത് വരെ. പക്ഷേ ഇത് നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് ഓഫാക്കാന്, മാനുവലായിട്ട് ഓഫാക്കാൻ മറന്നുപോകും. അങ്ങനെ മറന്നു പോകുന്നേരം നമ്മളെ ഡാറ്റ നഷ്ടപ്പെടാനും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് കുറയാനും സാധ്യതയുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം 5, 10, 20 മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈഫൈ ഷെയറിങ്. ഈ വൈഫൈ ഷെയറിങ് ഈ ബട്ടൺ നമ്മൾ ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇത് ഓൺ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ വൈഫൈ കണക്ഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കാനാവും. ഇതൊക്കെ ചെയ്തതിന് ശേഷം താഴെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ സെറ്റിങ്സ് മൊത്തം അവിടെ സേവ് ആവും. പിന്നെ ഒരു കാര്യം, ഈ സെറ്റിങ്സ് ഒക്കെ ഞാൻ കാണിച്ചത് സാംസങ്ങിന്റെ ഫോണിലാണ്. ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാവും, എന്നാലും മിക്കവാറും എല്ലാ ഫോണിലും ഉള്ള സെറ്റിങ്സ് തന്നെയാണിത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഇതിൽ ഏതൊക്കെ സെറ്റിങ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത്യാവശ്യമുള്ള സെറ്റിങ്സിലൊക്കെ മാറ്റം വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.